നമസ്കാരം. ദീർഘകാല പ്രണയത്തിനു ശേഷം ആന്റണി തട്ടിലുമായി നടി കീർത്തി സുരേഷ് വിവാഹിതയായി. ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. നടി മേനകയുടെയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും മകളാണ് കീർത്തി. ബാലതാരമായാണ് കീർത്തി സുരേഷ് സിനിമയിലെത്തിയത്. ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ നായികയായും അരങ്ങേറ്റം കുറിച്ചു. ഇന്ന് മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് തുടങ്ങിയ എല്ലാ ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു കീർത്തി. മഹാൻ നടി എന്ന തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും കീർത്തിയെ തേടിയെത്തിയിരുന്നു. കീർത്തിയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം ബേബി ജോൺ ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ്. തമിഴ് സൂപ്പർ താരം വിജയ് വിവാഹ ചടങ്ങിന് എത്തിയെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. പരമ്പരാഗത തമിഴ് വസ്ത്രം ധരിച്ച് വിവാഹത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന വിജയുടെ ചിത്രമാണ് തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. കീർത്തിയുടെ മറ്റ് വിവാഹ ചിത്രങ്ങളെല്ലാം തന്നെ തീർത്തും രഹസ്യമായിരുന്നു. കഴിഞ്ഞ ദിവസം കീർത്തി വധുവായി ഒരുങ്ങുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റാ സ്റ്റോറിയായി പുറത്തുവിട്ടിരുന്നു. വിവാഹത്തിന്റെ ക്ഷണക്കത്ത് നേരത്തെ ചോർന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ഒരുമിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അവർക്ക് ചൊരിയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും എന്ന് എഴുതിയ കീർത്തിയുടെ മാതാപിതാക്കളായ ജി സുരേഷ് കുമാറിന്റെയും മേനക സുരേഷ് കുമാറിന്റെ പേരുള്ള കത്താണ് വൈറലായത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കീർത്തി സുരേഷ് ആന്റണി തട്ടിലുമായുള്ള തന്റെ ബന്ധം ഇൻസ്റ്റാഗ്രാം വഴി ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയായിരുന്നു. അവരുടെ ദീപാവലി ആഘോഷത്തിനുള്ള ഒരു ചിത്രം അവർ പങ്കിടുകയും ചെയ്തു. ബേബി ജോണിലൂടെ കീർത്തി സുരേഷ് ബോളിവുഡിലേക്ക് എത്തുന്നത്. ദളപതി വിജയുടെ തെറിയാണ് ബോളിവുഡ് ചിത്രമായി റീമേക്ക് ചെയ്തത്. ബേബി ജോണിന്റെ സംവിധാനം കലീസും കഥാപാത്രങ്ങളായി വാമിക ഗബി, ജാക്കി ഷ്രോഫ്, സാക്കിർ ഹുസൈൻ, രാജ്പാൽ യാദവ്, സാനിയ മൽഹോത്ര എന്നിവരുമുണ്ട്. കൊച്ചി സ്വദേശിയായ ഒരു ബിസിനസ്സുകാരനായ വരനാണ് ആന്റണി തട്ടിൽ. കൊച്ചിയിലും ദുബായിലും ആന്റണിക്ക് ബിസിനസ്സുണ്ട്. ആസ്പിരസ് വിൻഡോസ് സൊല്യൂഷൻസിന്റെ മേധാവിയാണ്. ചെന്നൈയിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടി കീർത്തിയുടെ വിവാഹം വളരെ രഹസ്യമായാണ് ഗോവയിൽ നടത്തിയത്. വിവാഹ സത്കാരം, ഹൽദി, മെഹന്തി, സംഗീത് എന്നിവയുടെ ഫോട്ടോകളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ വിവാഹ ചിത്രങ്ങൾ കീർത്തി തന്നെ പങ്കുവെക്കുകയായിരുന്നു. ഭൈരവ, സർക്കാർ തുടങ്ങിയ ചിത്രങ്ങളിൽ നടൻ വിജയ്ക്കൊപ്പമാണ് കീർത്തി സുരേഷ് അഭിനയിച്ചിട്ടുള്ളത്. വിജയുടെ അടുത്ത സുഹൃത്തിന്റെ വീടിന് സമീപം ചെന്നൈയിലാണ് കീർത്തി സുരേഷ് താമസിക്കുന്നത്. നാഗചൈതന്യ, സൗബിന താരങ്ങളുടെ വിവാഹത്തിനു പിന്നാലെ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിവാഹമാണ് ഇത്. നിരവധി സിനിമാ താരങ്ങളും ആരാധകരും ആശംസകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിവാഹത്തിൽ പങ്കെടുത്തവർക്ക് പ്രത്യേക റിസ്റ്റ് ബാൻഡും നൽകിയിരുന്നു. ഇതിൽ കീർത്തി, ആന്റണി എന്നിവരുടെ പേരിന് ഇൻഷ്യലുകൾ ചേർത്ത് വെച്ചിരുന്നു. വിവിധ നിറങ്ങളിലാണ് ഈ ബാൻഡുകൾ ഉള്ളത്. പൊതുവെ ഡെസ്റ്റിനേഷൻ വെഡിംഗ് പോലുള്ളവയിൽ ഇത്തരം ബാൻഡുകൾ അല്ലെങ്കിൽ പ്രത്യേകം സെറ്റ് ചെയ്ത കളർ കോഡുകൾ വധുവിന്റെയും വരന്റെയും കൂട്ടരെ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്നുണ്ട്.